ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞാൽ നല്ലൊരു സന്ദേശമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദേവന്മാരും അസുരന്മാരും ഒന്നാണെന്ന് സ്ഥാപിക്കാനും അവരെ ഒന്നാക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷെ അത് ഒരിക്കലും നടക്കത്തില്ല. സൂര്യനെയും ചന്ദ്രനെയും കൂടെ നമുക്ക് ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല. സ്വർണത്തിൽ നമുക്ക് ചെമ്പി ചേർക്കാം, പക്ഷെങ്കിൽ അതിനകത്ത് ഇരുമ്പ് ചേർക്കാൻ പറ്റത്തില്ല. വെള്ളത്തിന്റെ കൂടെ ഒരിക്കലും നെയ്യ് ചേരത്തില്ല. രണ്ടും കൂടെ ഒരിക്കലും ഒന്നാവത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരിക്കലും സവർണർ അവർണർ അഥവാ ദേവന്മാരും അസുരന്മാരും ഒരിക്കലും ഒന്നാകത്തില്ല. അദ്ദേഹം ഒന്നാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അത് ഒരിക്കലും സക്സസ് ആകത്തില്ല. അവർക്ക് അത് SNDP മാത്രമേ അതിന് ഒരു എന്താ പറയുന്നത്, അതിന് ഒരു എഫക്ട് ഉണ്ടായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു SNDP കാരൻ തന്റെ മക്കളെ ദളിതന്റെ കൂടെ മറ്റു ജാതിക്കാരന്റെ കൂടെ കല്യാണം കഴിക്കാൻ അവർ തയ്യാറുമല്ല. അതായത് ഈ പറച്ചിൽ ആദർശം മാത്രമേ ഉള്ളൂ, പറച്ചിലേ ഉള്ളൂ, പ്രവർത്തിയിലില്ല. ഷീലായപ്പൻ അങ്ങനല്ല. ഷീലായപ്പൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നാൽ അത് പ്രവർത്തിച്ചിട്ടേ പിന്നെ രണ്ടാമത്തെ കാര്യമുള്ളൂ. അപ്പൊ ഇവരെല്ലാം ഈ പറച്ചില് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മദ്യ വിൽപ്പനയാണ്. അത് എപ്പോഴും ആളുകൾ ചെയ്യുന്നുണ്ട്. കുലത്തൊഴിൽ എന്ന് പറഞ്ഞ ചിത്ത് തന്നെയാണ്. അതൊക്കെയാണ് അവര് ശ്രീലങ്കയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സാധാരണ എല്ലാ ഗുരുക്കന്മാരൊക്കെ എന്താ ചെയ്യുന്നത്, ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ പേര് മാറ്റും. ഉദാഹരണത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസർ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഗദാധർ ചട്ടോപാധ്യായ എന്നായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് സ്വാമി വിവേകാനന്ദ, അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു. മൂന്നാമത്തേത് ബംഗാളിലൊരു ആനന്ദമയി ദേവി ഉണ്ടായിരുന്നു, അമൃതാനന്ദമയി ദേവിയെ പോലെ. ആ ദേവിയുടെ പേര് നിർമ്മല സുന്ദരി എന്നായിരുന്നു. നിർമ്മല സുന്ദരി അങ്ങനെയായിരുന്നു തോന്നുന്നു. നിർമ്മല സുന്ദരി. പിന്നെ അടുത്തത് മാതാ അമൃതാനന്ദമയി അമ്മയുടെ പേര് അറിയാമല്ലോ, പിന്നെ സുധാമണി എന്നാണ്. അവര് ഈ പിന്നെ അസുരന്മാര്, ഈ CPM-കാരും മറ്റു അസുരന്മാരും ഒക്കെ വിളിക്കുന്നത് കടപ്പുറം സുധാമണി എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട്. കാരണം ഇവർക്ക് ബോധം എന്ന് പറഞ്ഞൊരു സാധനമില്ല. അതാണ് അതിന്റെ സത്യം. ഇനി അതും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എല്ലാവരും പൊതുവെ ജ്ഞാനികളോ അല്ല ഞാൻ ആത്മദർശനം കിട്ടിക്കഴിഞ്ഞാൽ പേര് മാറ്റും. അപ്പൊ ഷിലായപ്പൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേര് മാറ്റാമായിരുന്നു പിന്നെ 2007 തന്നെ. പക്ഷെ ഞാൻ അതിന് ശ്രമിച്ചില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എനിക്കിപ്പം പേര് മാറ്റിയിട്ട് ഞാൻ ആശ്രമം ഒന്നും ഉണ്ടാക്കി ആരുടെയും പൈസ ഒന്നും അടിച്ചെടുത്ത് മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഈ 62 വയസ്സ് കഴിഞ്ഞ് 63 ഞാൻ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. മാസം 35,000 രൂപ ശമ്പളം ഉണ്ട്. എന്റെ ആവശ്യത്തിനുള്ള കാശൊക്കെ, എനിക്ക് ഒരുപാട് ചെലവുകളുണ്ട്, എന്റെ പേഴ്സണൽ ചെലവുകളൊക്കെ. അതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് ആരുടെയും മുന്നേ കയറ്റി നീട്ടുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുന്ന മകന് നല്ല ജോലിയുണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഒരാൾ മോളിപ്പം ഗൾഫിൽ പോയിട്ടുണ്ട്, ഹസ്ബൻഡ് ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവരുടെ ആരുടെയും 10 പൈസ ഇന്നുവരെ വാങ്ങിച്ചിട്ടുമില്ല. എനിക്കതിന്റെ ആവശ്യവുമില്ല. കാരണം നമ്മൾ ഒരാളുടെ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ്, ഒരു കടപ്പാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുന്നിൽ തലകുനിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടിമയാകുന്നതിന് തുല്യമാണെന്നുള്ള വിചാരമാണ് എന്റെ ചെറുപ്പം തൊട്ടേ ഉള്ളത്. ഇനിയിപ്പോ അത് മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ എല്ലാവരും പേര് മാറ്റുന്നു. പിന്നെ പക്ഷെ ശ്രീനാരായണ ഗുരു പേര് മാറ്റിയിട്ടില്ല. അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം. അപ്പം ശൈവരെയും വൈഷ്ണവരെയും ഒന്നാണെന്നുള്ള കൺസെപ്റ്റിലാണ് അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ആ ഒരു തത്വം ഇറക്കിയത്. പക്ഷെ അത് ഈ ലോകത്തെങ്ങും അത് പ്രാവർത്തിയമാക്കുക സാധ്യമല്ല. ഇനി നമുക്ക് കുറച്ച് പ്രത്യേകതകൾ പഠിക്കാം.